അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് ആൽഫബറ്റ് ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച്. സോ ഇത് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ ഉമ്മയായിരിക്കും ഗൈസ്. അധികം ഉമ്മ നമ്മുടെ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഉമ്മ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് നമ്മള് ആൽഫബറ്റ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. ലോട്ട് ഇട്ട് നമ്മൾ എടുക്കും. അപ്പൊ നമുക്ക് ഈ ആൽഫബറ്റ് ഏതാണോ കിട്ടിയത് അതിനനുസരിച്ചുള്ള ഫുഡ് നമ്മുടെ ഉമ്മ നമുക്ക് കൊണ്ടുവന്ന് തന്നെയായിരിക്കും. ഇതില് സോ പണികളും ഉണ്ടാവും, നല്ല ഫുഡുകളും ഉണ്ടാവും. പണി കിട്ടാൻ എന്റെ ജീവിതം ഇനിയും ബാക്കി. അപ്പൊ കഴിഞ്ഞ 2 ചലഞ്ചില് ഷാലുമാണ് തോറ്റത്. ഈ ചലഞ്ചില് ഷാലു തോൽക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇതില് ചെയ്യാൻ തോൽവിയുമില്ല, ലക്കാണ് ഗൈസ്, ലക്ക്. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോകാം. അയ്യോ ഏതാണ് ഇതൊറ്റയാണോ? അല്ല, 2 ഗൈസ്. എനിക്ക് എല്ലാണ് കിട്ടിയിരിക്കുന്നത്, ഷാലുവിന് കെ ആണ്. സോ എല്ലോ കെ കൊണ്ട് എന്താ വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് ലോഡഡ് ഫ്രൈസ് ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഷാലുവിന് കിറ്റ്കാറ്റും. ഫസ്റ്റ് റൗണ്ട് നമ്മൾ 2 പേര് എസ്കേപ്പ് ആയിട്ടുണ്ട്. ലോഡഡ് കിറ്റ്കാറ്റ് വരില്ലെങ്കിലും ലോഡഡ് അൺഹെൽത്തി ആണ് ഗൈസ്. നോ ഗൈസ്, ഇറ്റ്സ് വെരി ടേസ്റ്റി. ലോഡഡ് ഇസ് അൺഹെൽത്തി. സോ ഞാൻ കിറ്റ്കാറ്റ് കഴിക്കാൻ മതി. സ്മെല്ലാണ് തുറന്നപ്പോ തന്നെ എന്ത് സ്മെല്ലാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉമ്മിച്ചിരിക്കുന്ന റിയാഡ് എക്സ്പ്രഷൻ കണ്ടിട്ട്. ഇതിലും മയോണൈസും സോസും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോഡഡിൽ എല്ലാ ലോഡഡിലും മയോണൈസും സോസും വരട്ടോ അല്ലുമ്മ. എനിക്ക് 4 കിറ്റ്കാറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. സാധനം ലക്കില്ല ഗൈസ്, എന്ത് ചെയ്യണം. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ചിക്കൻ പോപ്കോണും ലോഡഡും ഇട്ടേക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കിറ്റ്കാറ്റ് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇല്ല മിക്സ് ചെയ്യട്ടെ. ഇതെന്താണിത്? മിക്സ് ചെയ്ത് എനിക്ക് ഒരെണ്ണം കിട്ടി. കണ്ണടച്ചാ കൊടുക്കോ? ഏതേലും കൊടുത്താ പോലെ. ഇതെന്താണ് അക്ഷരം? ഇതിങ്ങനെയാണോ നോക്കേണ്ടത്? നോക്കി ഗൈസ്, ഇതിങ്ങനെ 4 ഇതിങ്ങനെ റിയാന്റെ ഹാൻഡ് റൈറ്റിംഗ് റിയാക്ട് നൈസില്ല ഗൈസ്. എച്ചാന്ന് എച്ച് കൊണ്ടെന്താണ്? വീരച്ചെന്താണ് മീ വീ നമുക്ക് ഫുഡ് കൊണ്ട് അത് തന്നെയാണോ? അപ്പൊ നമ്മുടെ എച്ചിന്റെയും വീന്റെയും ഫുഡ് വന്നിട്ടുണ്ട്. ഇതെന്താ ഷുഗർ വധിച്ചാവും. ഇത് വെട്ടിപ്പൊരിയാണെന്നാണ് നമ്മുടെ മദർ പറയുന്നത്. അപ്പൊ ഉമ്മി ഇത് മുറിക്കാനൊരു കത്തിരി ഗൈസ്. ഇത് ആക്കി കുടിക്കോ? അല്ല, കോരി കുടിക്ക്. ഹണി ഞാൻ പിന്നെ നല്ല ഡിറ്റർമിനേഷനുള്ള കൊച്ചായോണ്ട് ഞാനിത് എങ്ങനെയാലും കുടിക്കും. അല്ലെ സാറി? മൊത്തം നിന്നത് എന്താ സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അറിയാ ഞാൻ കുടിക്കണോ? ഇല്ല, ഇത് ഫുള്ള് പാക്കേജ് പറ്റൂല. ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടോ? ഇതിന്റെ ക്രിസ്പി ശബ്ദം കേട്ടോ. മധുരമുള്ള തേൻ. പൊതുവെ എനിക്ക് ഹണി ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ഒന്നും തോന്നണില്ല ഇത് കണ്ടിട്ട്. ഹണി ഇതിന്റെ കൂടെ മറ്റേ നെല്ലിക്കയും കൂടി വേണം. പിന്നെ തേൻ നെല്ലിക്ക ഇട്ടാ പോലെ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. കണ്ണടച്ചിട്ട് എടുക്കണോ കേട്ടോ? അയ്യോ, അടുത്തെന്തായിരിക്കും കിട്ടണോ?
ഞാൻ പറഞ്ഞില്ലേ അയ്യാത് കണ്ണൂടെ. അയ്യോ എന്നാ പിന്നെ അത് ഒന്നുകൂടി അയ്യ വെച്ച് തിരിച്ചറിയാൻ പറ്റാത്തൊരു 19 വയസ്സുള്ള കൊച്ചാണ് എന്റെ കൂടെ ചാലഞ്ച് ആയിരിക്കുന്നത്. ഇങ്ങനെ അയ്യാണിത് നിനക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് ഐ. അങ്ങനല്ലേ ഞാൻ വായിച്ചത്. ഇങ്ങനെ വായിച്ചാൽ ഇത് എച്ചായിട്ടേ ആർക്കും വായിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വേണം ഇത് വായിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ വായിച്ചാ ഇങ്ങനെ വായിച്ച എന്നാ എനിക്ക് നേരത്തെ മറ്റേ ഐ വായിച്ചാ പോലെയായിരുന്നോ? ഓ എനിക്ക് കിട്ടിയത് ഓ ആട്ടോ. ഓ അപ്പൊ നമുക്കിനി ഐയിലും ഓയിലും എന്താണ് ഫുഡ് വരുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ ഫുഡ് കുഴപ്പമില്ല ഗൈസ്. ഓംലെറ്റ് നല്ല ടേസ്റ്റ് ആണ്. ഐസ്ക്രീം ഒക്കെ ഹെൽത്തി വോൾസിന്റെ ഐസ്ക്രീം ആണ് ഗൈസ്. നോക്കൂ, മോട്ടോറിന്റെ അത്ര ഒന്നും ആയില്ല. Oh my god. റിയ നോക്കിക്കോട്ടെ. Look. Oh my god. റിയ അപ്പു വേണോ? അടുത്ത റൗണ്ട് ഉണ്ടല്ലോ എനിക്കും കിട്ടും അല്ലേ? അടിപൊളി ഐസ്ക്രീം. ഇതിന്റെ ഉള്ളില് ചിപ്പ് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. റൗണ്ട് കഴിഞ്ഞു. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാ. മിക്സ് ചെയ്യണം. കള്ളക്കളിയൊന്നും പറ്റൂല. എല്ലാരും കണ്ണൊക്കെ അടക്കണം കേട്ടോ. നാട്ടോ എന്താണ് അറിയില്ലാതെ ഇഷ്ടപ്പെടണം. കണ്ണാണ് ഡി 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 എസ് 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 ഡി ആൻഡ് എസ്. അപ്പൊ നമുക്കിനി ഡിയിലെ മെസ്സിലെ ഫുഡ്. സന്തോഷ ദിനം കുട്ടിക്ക് റിയാക്ക് കിട്ടിയിരിക്കുന്നു എസ്സിൽ സോൾട്ട്. ഇതൊക്കെ എന്ത് ഗൈസ്? ഇതൊക്കെ എനിക്ക് ഇത് മൊത്തം നോ ഓ നാരങ്ങ കഴിച്ചപ്പോ ഇവിടെ ആരെന്തൊക്കെയൊക്കെയോ പറഞ്ഞിരുന്നു. ഇതൊക്കെ എനിക്ക് പുല്ലാണ് ഗൈസ്. എനിക്ക് നല്ല ചോക്ലേറ്റ്. എനിക്ക് ഉപ്പ് ഫുള്ള് നിന്നു യുനോ. എന്നാ പിന്നെ നമുക്ക് ഉപ്പ് ഫുൾ തിന്നതൊന്ന് കാണാം. എനിക്ക് നല്ല ചോക്ലേറ്റ് ഡോണറ്റ്സ് ആണ് ഗൈസ് കിട്ടിയത്. ഉപ്പില്ലാണ്ട് നമ്മൾ ഒരു ഫുഡും ഉണ്ടാക്കില്ല. സോ ഉപ്പ് എല്ലാത്തിനും ഒരു ബേസിക് സാധനമാണ്. സോ ഉപ്പ് കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. പണി കിട്ടിയാൽ ആരും ഇങ്ങനെ എങ്ങനെയൊക്കെ പറയും. നോ, ഉപ്പ് ഇസ് വെരി ടേസ്റ്റി ഗൈസ്. സോഫ്റ്റ് ആണ് ഡോണറ്റ്സ്. അറിയാമോ ഉപ്പിഷ്ടമാണ് എന്തുകൊണ്ട് ഒരു സ്പൂൺ മൊത്തത്തിൽ ഉപ്പ് വെച്ചില്ല. ഒരു സ്പൂൺ കഴിക്കണം അറിയാം. നല്ലത് മാത്രം കഴിക്കാൻ പറ്റില്ല. ഇത്ര കഴിക്കണം. ഇത്രയോ? എനിക്ക് പ്രഷർ ഒരു കുഴപ്പമില്ല. മൊത്തത്തിൽ ഉപ്പ് കഴിക്കുന്നു. ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് ഗൈസ്. റിയ ചാലഞ്ചിൽ നിന്നും സ്കോർ പോയിരിക്കുകയാണ് ഗൈസ്. റിയ തുപ്പിക്കളഞ്ഞു. ഗൈസ് ഒരു തിരിത്തിരിയാണ് ഞാൻ അത് തിന്നാല്. പക്ഷെ ഒറ്റയടിക്ക് എനിക്ക് കുറെ തന്നെ ഞാനെങ്ങനെ തിന്നാനാണ്? അങ്ങനെ ചോക്ലേറ്റ് ഡോണറ്റ്സ് വെക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഗൈസ് ഈ വീഡിയോയുടെ പാർട്ട് 2 നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ